സാധാരണ ഒരു രാജ്യത്തിന് ഒരു തലസ്ഥാന നഗരമാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഔദ്യോഗികമായി തന്നെ 3 തലസ്ഥാനങ്ങളുള്ള ഒരു രാജ്യമുണ്ട്. അതാണ് സൗത്ത് ആഫ്രിക്ക. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ആഫ്രിക്കൻ വൻകരയുടെ ഏറ്റവും തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. അതിൻ്റെ 3 തലസ്ഥാനങ്ങൾ പ്രിറ്റോറിയ, കേപ്പ് ടൗൺ, ബ്ലോംഫൊണ്ടെയ്ൻ എന്നിവയാണ്. ഗവൺമെന്റിന്റെ 3 പ്രധാന വിഭാഗങ്ങളായ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവ ഓരോന്നിനും ഓരോ തലസ്ഥാനങ്ങൾ നിർണയിക്കുകയാണ് സൗത്ത് ആഫ്രിക്ക ചെയ്തത്. പ്രിറ്റോറിയയാണ് എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ അഥവാ ഭരണനിർവഹണ തലസ്ഥാനം. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റിന്റെ കേന്ദ്രം പ്രിറ്റോറിയയാണ്. ക്യാബിനറ്റും പ്രിറ്റോറിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ നിരവധി സർക്കാർ വകുപ്പുകളും വിദേശ എംബസികളും പ്രിറ്റോറിയയിൽ സ്ഥിതി ചെയ്യുന്നു. സൗത്ത് ആഫ്രിക്കയുടെ വടക്കു കിഴക്ക് ഭാഗത്തായിട്ടാണ് പ്രിറ്റോറിയയുടെ സ്ഥാനം വരുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ നഗരമായ ജോഹാന്നസ്ബർഗിന് സമീപത്താണ് പ്രിറ്റോറിയ സ്ഥിതി ചെയ്യുന്നത് എന്നത് ഒരു അനുകൂലമായ ഘടകമാണ്. കേപ്പ് ടൗൺ ആണ് സൗത്ത് ആഫ്രിക്കയുടെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ അഥവാ നിയമനിർമ്മാണ തലസ്ഥാനം. രാജ്യത്തെ നിയമനിർമ്മാണ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് കേപ്പ് ടൗണിലാണ്. നാഷണൽ അസംബ്ലിയും നാഷണൽ കൗൺസിൽ ഓഫ് പ്രോവിൻസസും എല്ലാം കേപ്പ് ടൗണിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊളോണിയൽ കാലം മുതൽ തന്നെ കേപ്പ് ടൗണിൽ ഒരു പാർലമെന്റ് നിലനിന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കേപ്പ് ടൗൺ സ്ഥിതി ചെയ്യുന്നത്. ബ്ലോംഫൊണ്ടെയ്ൻ ആണ് സൗത്ത് ആഫ്രിക്കയുടെ ജുഡീഷ്യൽ ക്യാപിറ്റൽ എന്നുവെച്ചാൽ നീതിന്യായ തലസ്ഥാനം. ഭൂമിശാസ്ത്രപരമായി രാജ്യത്തിന്റെ നടുവിലാണ് ബ്ലോംഫൊണ്ടെയ്ന്റെ സ്ഥാനം. ഇത് ജുഡീഷ്യൽ തലസ്ഥാനമാവാനുള്ള ഒരു യോഗ്യതയായി വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണ്. സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ കോടതിയായ സുപ്രീം കോർട്ട് ഓഫ് അപ്പീൽ സ്ഥിതി ചെയ്യുന്നത് ഈ ബ്ലോംഫൊണ്ടെയ്നിലാണ്. ഏറ്റവും ഉയർന്ന കോടതി ജോഹാന്നസ്ബർഗിലെ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ടാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ 3 തലസ്ഥാനങ്ങൾ സൗത്ത് ആഫ്രിക്കക്ക് വന്നത്? അത് പറയാം. 1910 സൗത്ത് ആഫ്രിക്ക എന്ന ഒരു ഏകീകൃത രാജ്യം നിലവിൽ വരുന്നത്. ആ സമയത്ത് നിലനിന്നിരുന്ന ചില പ്രവിശ്യകളെ ഏകീകരിച്ചാണ് സൗത്ത് ആഫ്രിക്ക ഒരു യൂണിയനായി മാറിയത്. അങ്ങനെ യൂണിയൻ ഓഫ് സൗത്ത് ആഫ്രിക്ക രൂപം കൊണ്ട സമയത്ത് തലസ്ഥാനം ഏതായിരിക്കണം എന്നൊരു തർക്കം അവിടെ വരികയാണ്. ആ ഒരു പ്രശ്നത്തിന് പരിഹാരമെന്നോണം പവർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് 3 സ്ഥലങ്ങളെ 3 തലസ്ഥാനങ്ങളാക്കി പ്രഖ്യാപിച്ചത്. 3 തലസ്ഥാനങ്ങളും ഭൂമിശാസ്ത്രപരമായി 3 കോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചുരുക്കത്തിൽ അധികാരം ബാലൻസ് ചെയ്യാനും രാജ്യത്തിന്റെ രാഷ്ട്രീയവും സാംസ്കാരികവുമായ ചരിത്രം പ്രതിഫലിപ്പിക്കാനുമാണ് സൗത്ത് ആഫ്രിക്ക 3 വ്യത്യസ്ത തലസ്ഥാന നഗരങ്ങളെ സ്വീകരിച്ചത്.